ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ എന്ന് പറയാൻ പറ്റില്ല. ഇത് ഇന്നത്തെ വിശേഷവും ഇന്നലത്തെ വിശേഷവും അല്ല കേട്ടോ, കുറച്ച് ദിവസം മുന്നത്തെ വിശേഷമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഒപ്പനൻ്റെയും അങ്ങനെ കുട്ടികളെ കുറച്ച് കലാപരിപാടികളുടെ വീഡിയോ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്ത് വെച്ചതുകൊണ്ട് നമ്മൾ അതൊക്കെ നേരെ പബ്ലിക്കാക്കിയെന്ന് കേട്ടോ. നമ്മൾ അതിലേ ഒരു മടിച്ചിക്കോതാളായതുകൊണ്ട് തന്നെ പുതിയ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനോ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ്. എൻ്റെ നാത്തൂൻ്റെ കുടിയിരിക്കലിൻ്റെ അന്ന് ഞങ്ങൾ തലേ ദിവസത്തെയും പിറ്റേ ദിവസത്തെയും കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെയൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. കുറച്ചേ ഉള്ളൂ. ഞാൻ രാവിലെ വരുമ്പോൾ നമ്മളെ റോഡ് കണ്ടില്ലേ, ഇനിയിപ്പോൾ പഞ്ചറായ പഴയ റോഡൊന്നും അല്ല കേട്ടോ, പുതുപുത്തൻ റോഡാണ്, ഫുൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ പകുതി ഭാഗം മാത്രമേ അങ്ങനെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ റോഡ് പണി ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് വണ്ടിയൊന്നും അങ്ങോട്ട് പോകില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വരുന്ന വണ്ടിക്കാർ മൊത്തം നമ്മളെ പിരായി പറഞ്ഞിട്ടാണ് വണ്ടി അങ്ങോട്ട് കയറ്റലിട്ട. എന്താ ഈ റോഡ് ഇങ്ങനെ, ഇവിടെ ഫോറസ്റ്റ് ആണോ, ഇവിടെ പുലി ഇറങ്ങോ സിംഹം ഇറങ്ങോ എന്നൊക്കെ എന്നിട്ട് ചോദിച്ചാൽ റോഡിൻ്റെ അവസ്ഥയും അവിടുത്തെ കാടൊക്കെ കൂടെ കണ്ടിട്ടാണ് ആൾക്കാരെ അങ്ങനെ ചോദിക്കണേ. ഏതായാലും ഇപ്പോൾ റോഡൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട് കേട്ടോ. പകുതി അൽഹംദുലില്ലാ അങ്ങനെ ആയല്ലോ. ഇനിയിപ്പോൾ വണ്ടിക്കാർക്കൊക്കെ നല്ല സിമ്പിളായിട്ട് വരാൻ പറ്റിയത് കുണ്ടും കുഴിയും കച്ചറിയും മണ്ണും ഒക്കെ കൂടായിട്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ദിവസം നമ്മൾ ആ വീഡിയോ എടുത്തതിൻ്റെ തലേന്നൊക്കെ ആയിട്ട് അന്നും ഒക്കെ പണിക്കാരുണ്ട് കേട്ടോ, അതിൻ്റെ ബാക്കിയൊക്കെ ഇടുന്ന അവിടെ. അപ്പോൾ റോട്ടിലൂടെ വണ്ടിയൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നടന്നിട്ട് പകുതി വരെ നടക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉപ്പാൻ്റെ കൂടെ കൂടിയിട്ട് ഞങ്ങൾ നേരെ ഞാനും ഐസിനും കൂടെ വളാഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട്. വളാഞ്ചേരി വീട്ടിലെ വിശേഷങ്ങളാണ് ബാക്കി കാണിക്കുന്നത് കേട്ടോ. അതിനവിടെ എത്തിയിട്ട് ഞങ്ങൾ അപ്പം തന്നെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ തന്നെ പോന്നിട്ടുള്ളതാണ്. നമ്മൾ തലേ ദിവസം കുടിയിരിക്കലിൻ്റെ തലേ ദിവസമാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോണത്. അങ്ങനെ അപ്പോൾ പിന്നെ നേരത്തെ പോകാനായിട്ട് ഒരു വണ്ടി നമുക്ക് സെറ്റായില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് വൈകി അവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിത് അവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ നാത്തൂൻ്റെ കണ്ടിട്ട് അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നാത്തൂന് നട്ട് വളർത്തിയിട്ടുള്ള ചെടികളാണ്. മാഷാ അല്ലാ, എല്ലാത്തിലും ചെടികളല്ല, പച്ചക്കറി ചെടികൾ എല്ലാത്തിലും എല്ലാം കായൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മുളകും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ തണ്ണിമത്തനാണിത്, പിന്നെ കോവക്ക ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ കുറച്ച്, പിന്നെ തക്കാളി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ല, അത് വെള്ള ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് കേട്ടോ. അതിൻ്റെ ഒരു നീല കളറുള്ളതല്ലേ ചായ ഒക്കെ ഉണ്ടാക്കുക, ഒരു നീല കളറ് വെള്ളമൊക്കെ ആവുമല്ലോ എന്നിട്ട് അങ്ങനെ ഉമ്മയും നാത്തൂനും കൂടെ ആടുകളുണ്ട് കേട്ടോ അവിടെ. ആടുകൾക്ക് ഇല എടുക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് പോയിട്ടാണ്. അപ്പോൾ പിന്നെ ഇതാ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഇവിടെ ലാപ്പിൽ ഇവരിരുന്നിക്കാണ്ട് സിനിമ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഐസിന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അടിയുള്ള ഭാഗം മാത്രം ഐസിന് കാണുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഭാഗത്തേക്ക് നീക്കിയിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. വേറെ ഒരു ഭാഗം എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഓനെ അങ്ങനെ നോക്കിയിരിക്കുള്ളൂ കേട്ടോ. അവനക്ക് ഭയങ്കര കളിയാണ് ഇവിടെ എത്തിയപ്പോഴും. അപ്പോൾ ഓനെ ഓരോ ഏതുണ്ടാക്കുകയാണ് കേട്ടോ. അവനക്ക് ഇങ്ങനെ ഓരോ കുസ്തി പിടിച്ചിട്ട് കളി അങ്ങനത്തെ ഒക്കെ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഓനിതാ ഓരോന്ന് കഴിയുമ്പോക്കിനും അങ്ങനെയൊക്കെ വികൃതിയൊക്കെ കാട്ടി ഓനെ കാക്കോൻ്റെ ഒപ്പം അങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ വന്നു. ഞങ്ങളിതാ കയറിയിട്ടുണ്ട് കേട്ടോ. വലിയ ഓട്ടോറിക്ഷ ചെയ്യുന്നു കേട്ടോ ആപ്പൻ്റെ. അപ്പോൾ നമുക്ക് പിന്നെ എല്ലാവർക്കും ഒരുക്കാലോ. അങ്ങനെ ഞാനും ഐസിനും അരി സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. നാത്തൂൻ്റെ വലിയ മോള് പോരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓളും പിന്നെ ഉമ്മയും ഉപ്പയും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെയാണ് കേട്ടോ പോണത്. ഉപ്പ പിന്നെ വളാഞ്ചേരിയിൽ നിന്നാണ് കയറിയത്. അങ്ങനെ ഇതാ കാഴ്ചകളൊക്കെ കണ്ട് പോവാണ് ഞങ്ങൾ. എടപ്പാളൊന്നും പോകണം കേട്ടോ, ചങ്ങരംകുളം ഭാഗത്താണ് വീടുള്ളത്. റോഡൊക്കെ ആകെ പുതുതും ഒക്കെ ആക്കിയിട്ടുണ്ട്. എന്നും ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ഓരോരോ മാറ്റങ്ങളാണല്ലേ, വഴിയിലൊക്കെയും റോഡ് പണിയൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ സമയം ഒരു 12 മണിയൊക്കെ കഴിക്കണം കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ നമ്മളവിടെ എത്തുമ്പോൾ ഇനി ഫുഡ് കഴിക്കണ സമയമല്ലേ. ഓരാണെങ്കിൽ അവിടെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ വീടിൻ്റെ ഒക്കെയും. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും അതിനൊന്നുള്ള സമയം ഉണ്ടാവില്ല, ഓരോന്ന് ഒടുക്കി പെറുക്കി വെക്കണം. അപ്പോൾ ഒരു പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ. നമ്മൾ അന്ന് പോയിന്നില്ലേ, കുറേ കാലത്ത് തന്നെ പഴയ വീഡിയോ ഒക്കെ കാണുന്ന കൂട്ടുകാർക്ക് അറിയാം. ഞാൻ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. അത് വാടക വീടായിരുന്നു. ആ വീട്ടിൽ നിന്നാണ് ഒരു ഇങ്ങോട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് സാധനങ്ങൾ കൊടുന്ന് ഇങ്ങോട്ട് വെക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കി നമ്മളെ സൽക്കരിക്കാനുള്ള ടൈമില്ലല്ലോ, ഒരിക്കലും അവിടെ ഭയങ്കര പണിയല്ലേ. അപ്പോൾ ഫുഡ് ഞങ്ങൾ വാങ്ങിയിട്ടാണ് ഇവിടെ നിന്ന് പോയത് കേട്ടോ. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഐസിനൊക്കെ അവിടെ നല്ല കളിയാണ്. നാത്തൂൻ്റെ മോൻ്റെ പെട്ടോ അവൻ്റെ ജീപ്പിൽ ഐസിൻ്റെ ഒരു വട്ടം ഓടിക്കാൻ കൊടുക്കുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും കൂടെ കുറേ നേരം വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിച്ചു. പിന്നെ ഞങ്ങൾ വെയിലില്ലേ വാട അകത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. ഈ ഒരു സംഭവമൊക്കെ ഇപ്പോഴാണ് വെച്ചത് കേട്ടോ. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ കത്തുട്ടാം. അങ്ങനെ അതൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇന്നത്തെ ഭയങ്കര ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. 2 ദിവസത്തെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം ഐസിന് ഇതാ ഡ്രസ്സൊന്നും ഇടാതെ ഓടുന്നുണ്ട്. എത്രയും സ്ഥലത്ത് ഞാൻ കട്ട് ചെയ്ത് ഓരോ ഒഴിവാക്കിയതാണ്. എങ്ങോട്ട് നോക്കിയാലും 2 കുട്ടികളുണ്ടാവും കേട്ടോ. ഒരാണെങ്കിലോ ട്രൗസർ ഇട്ടിട്ടുണ്ട്, പക്ഷേ കുപ്പായ ഇട്ടിട്ടില്ല. അപ്പോൾ എങ്ങനെ ആയാലും നമ്മൾ ഡ്രസ്സ് കുപ്പായ ഇടാത്ത വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ അത് കമൻറ്റ് ബോക്സ് മൊത്തത്തിൽ ഓഫ് ഔട്ടാണ്. അങ്ങനെ ഞാൻ എത്ര സ്ഥലത്തുനിന്ന് ഓരോ കട്ട് ചെയ്ത് ഒഴിവാക്കിയാലും ബാക്കിയുള്ളിടത്തൊക്കെ ഓരോന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാ ലൈറ്റൊക്കെ കത്തി
എല്ലായിടത്തും ഒന്ന് അടിച്ച് വാരി തുടച്ചു. പിന്നെ കുറച്ച് തുണികൾ മുകളിലത്തെ അലമാരയിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ കുറച്ച് മടക്കി വെക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് വീട്. പണിക്കാരിങ്ങനെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളൊരു തല ഇങ്ങനെ ക്ലീനാക്കി പോകുമ്പോൾ വീണ്ടും അതിങ്ങനെ ഇതാവൂട്ടാം. ഓരോ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ അങ്ങനെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഏകദേശം എല്ലാ പണിയും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിയിൽ 2 റൂമും മുകളിൽ ഇതേപോലെ ഒരു റൂമും കൂടിയാണ് കേട്ടോ ഉള്ളത്. പിന്നെ നേരെ കിച്ചണ്, പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ പിന്നെ ഒരു ഇതും എന്താ പറയുക പറയാൻ കിട്ടണില്ലല്ലോ, എന്താണ് ഇതിന് പറയുക, സ്റ്റോർ റൂം. അതാണ് കേട്ടോ ഞാൻ പറയാൻ വന്നത്. അപ്പോൾ സ്റ്റോർ റൂം അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അങ്ങനെ പിന്നെ പിറ്റേന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. രാവിലെ ഉസ്താദ് വന്നു. പിന്നെ നാത്തൂന് തീയൊക്കെ പിടിപ്പിച്ച് പാലൊക്കെ കാച്ചിട്ട് ആ ഒരു ഭാഗം ഞാൻ ഓരോ ഫോണിൽ ഒരുക്ക് ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തു കൊടുക്കാനായതുകൊണ്ട് നമ്മളിതിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള സമയമൊക്കെ അധികം ഐസീൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഫോൺ ഉണ്ടായിരുന്നത്. ഞാനങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഭാഗം കിട്ടുമ്പോൾ തട്ടി ഓനൊക്കെ ഒന്ന് വാങ്ങിക്കാണ്ട് പിന്നെ കുത്തിയേക്കും വേണമല്ലോ ഫോണ്. ഓരിങ്ങനെ ഗെയിം ഒക്കെ എത്രപ്പോലും ഗെയിമാണ്, ഇഷ്ടം പോലെ ഗെയിമൊക്കെ ഇതിൽ ഡൗൺലോഡാക്കിയിട്ട് അതൊക്കെ ഇരുന്ന് കാണുമായിരുന്നു കേട്ടോ. കളിക്കൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഫോണിൻ്റെ കയ്യിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടുമ്പോൾ ഒക്കെ ഞാൻ ഓരോ ഭാഗങ്ങൾ കുറച്ച് വീഡിയോ എടുത്ത് ഇതാക്കിയതാണ്. ഇനി ഉച്ചക്ക് ആൾക്കാർ വരുന്നതും ഫുഡ് കഴിക്കണമൊക്കെയാണ്. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നാത്തൂൻ്റെ വീട്ടിലെ വീടിരിക്കൽ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ, അസ്സലാമു അലൈക്കും.